ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആരോടും പറയേണ്ട കാര്യമില്ലല്ലേ. നമുക്കതൊന്ന് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റാത്തൊരു ദിവസവും കൂടെ ഓണം. അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. വിളവെടുപ്പ്, പിന്നെ മഹാബലി, ഇങ്ങനെ പലവിധമായ വ്യാഖ്യാനങ്ങളും പലരും പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം, പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചോളം എന്ന് മാത്രമല്ല, ഈ എല്ലാ മതക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നം ഇത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. ഇനി ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് ഇത് എന്തുമാത്രമൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ചോറ് കഴിക്കാമോ, ഇലയിൽ കഴിക്കാമോ, അന്ന് കഴിക്കാമോ. കഴിക്കാൻ നോക്കിയാൽ കുറച്ചുകൂടെ പഴയ എന്ന് പറഞ്ഞാൽ ഒരു 10-20 ഒരു 40 വർഷം മുമ്പൊക്കെ ഉള്ള ആചാരങ്ങൾ നോക്കിയാൽ ഈ 10 ദിവസവും ഇലയിട്ട് വിശാലമായിട്ട് ഊണ് കഴിക്കുന്ന സമ്പ്രദായമുള്ളവരുണ്ടായിരുന്നു. പായസം കുടിക്കാമോ, നമ്മൾ വയ്ക്കേണ്ട ആരെങ്കിലും കൊണ്ടു തന്നാൽ കുടിക്കാമോ, ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇതിനെക്കുറിച്ച്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇത് ഏറ്റവും അവസാനം നമുക്കറിയാം, വ്യാഖ്യാനങ്ങൾ ഏറ്റവും അവസാനം കൊണ്ടെത്തിച്ച് വേണ്ട എന്ന് പറയുന്നവർ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. അതെ, വിഗ്രഹാർപ്പിതത്തിലാണ് അത് കൊണ്ടെത്തിക്കുന്നത്. വിഗ്രഹാർപ്പിതം അവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്. ബഹറിൽ ഏറ്റവും കൂടുതൽ സദ്യ വയ്ക്കുന്ന ആരാന്നറിയാമോ? ഒരൊറ്റ സ്ഥാപനം. തുപ്പലുണ്ടെങ്കിലും മറ്റത് കാണത്തില്ല. ഇനി ഇതിൻ്റെ ആശയം കഴിഞ്ഞ ദിവസം നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ ദൈവത്തിന് ഇതിനുള്ള പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. നിങ്ങൾ കഴിക്കുന്നതോ കഴിക്കാതിരിക്കുന്നതോ ആരോടെങ്കിലും സഹകരിക്കുന്നതോ ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രശ്നം. ദൈവത്തിൻ്റെ പ്രശ്നം ദൈവത്തോടുള്ള നമ്മുടെ ബഹുമാനമാണ്. അതിനെവിടെങ്കിലും കുറവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് വിവേചിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇതിനകത്തൊരു നിയമം കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും ഇല്ലെന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്, എന്നും പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ ഇനി നിയമം നടത്തേണ്ടവരല്ല, നമ്മുടെ ഉള്ളിൽ നിയമം ഉള്ളവരാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിൻപറ്റുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് നിയമം ഉണ്ടാക്കുന്ന വിശ്വാസമല്ല, മറിച്ച് ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതിക്ക് പ്രമാണം കൊടുത്തിട്ടുള്ള വിശ്വാസമാണ്. നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ള നിയമമാണ് നമുക്ക് തന്നേക്കുന്നത്. അതിന് പുറകാലെ ബാക്കിയെല്ലാം വരുന്നുള്ളൂ. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചാൽ എവിടെ പോകുന്നു. ഭക്ഷണം ആരെയും നന്നാക്കുകയും ചെയ്യുന്നില്ല, മോശമാക്കുകയും ചെയ്യുന്നില്ല എന്ന് യേശുക്രിസ്തു നന്നായിട്ട് പറഞ്ഞു. ഭക്ഷണമല്ല, അതിൻ്റെ പിന്നിലുള്ള ചില ആശയങ്ങളുണ്ട്. അത് വരുമ്പോഴാണ് നമ്മൾ അതിനോട് തിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നത്. എവിടെ ഒരാശയം ഭക്ഷണത്തോടൊപ്പം വരുന്നു, അവിടെ നമുക്ക് ചിന്തിക്കാൻ വകയുണ്ട്. ഇതില്ല, ഭക്ഷണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരല്ല, നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് വേണ്ടത്. ഞാനും ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണോ മഹത്വപ്പെടുത്താത്തതാണോ? ഇനി ഇതിനകത്ത് വരുന്ന വേറെയും കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. സഹോദരൻ ഇടർച്ച എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാതെയാണ് പലരും ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇടർച്ച എന്ന് പറയുന്നത് അതിൽ തട്ടി വീഴുന്നവൻ, അത് കാണാതെ തട്ടി വീഴുന്ന സാധനത്തിനെയാണ് ഇടർച്ച എന്ന് പറയുന്നത്. അല്ലാതെ അവന് നന്നായിട്ട് അറിയാം, അവൻ്റെ മുമ്പിൽ വെച്ചില്ലെങ്കിലും അത് ദൂരെ എങ്ങാനും ഇരിക്കുന്നത് കണ്ടാൽ അവിടെ ചെന്ന് കാലുമടക്കി അടിച്ചേച്ച് വീഴുന്നതിനെ അല്ല ഇടർച്ച എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ? സാജു മാത്യു മീശ വെച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സാജു മാത്യു പാസ്റ്റർമാർക്കൊരു ഇടർച്ചയാണ് എന്നൊരു വാദം വരുന്നു എന്നിരിക്കട്ടെ. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു കേട്ടോ. എനിക്ക് അങ്ങനെ വേഷത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇത് ഇടർച്ചയാണെന്ന് പറയുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഇടർച്ചയാവുന്നത്? ഇദ്ദേഹം മീശ വെച്ചേക്കുമ്പം എനിക്ക് കൊതിയാവുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നുമില്ല. ഇതാണ് ഈ ഇടർച്ച എന്ന് പറയുന്നത്. അല്ല വേറെ ഒന്നുമുണ്ടോ?
അല്ലെ ഇത് 3 ദിവസം കാണുമ്പോഴത്തേക്ക് ഞാനങ്ങ് വെച്ചു പോകും. ഇതിനെ ഇടർച്ച എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് മീശ വയ്ക്കുന്നത് തെറ്റാണെന്ന് അറിയാം, അറിഞ്ഞോണ്ട് ഞാനത് വെക്കുമോ? ഞാൻ ഉദാഹരണം, മീശ വയ്ക്കുന്നത് തെറ്റും ശരിയൊന്നുമില്ല കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം എടുത്തതേ ഉള്ളൂ. അതിൻ്റെ ശരികളെ കുറിച്ച് ചിന്തിക്കരുത്. ഇതെനിക്ക് തെറ്റാണെന്ന് അറിയാം, ഞാൻ പിന്നെ സാജു മാറ്റി 10 ദിവസം വെച്ചാൽ എനിക്ക് പിറ്റേ ദിവസം അത് വെക്കണമെന്ന് തോന്നുന്നു. അറിയാം, ഇത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ആശയം മനസ്സിലാവുന്നുണ്ടോ? ആ ഇടർച്ച എന്ന് പറഞ്ഞ പദപ്രയോഗം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് സഭകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച വരുന്ന ഒരു വാക്കാണ് ഇത്, ഇടർച്ച എന്ന് പറയുന്നത്. സഹോദരൻ ഇടർച്ച ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് ചർച്ച വരുന്ന ഒരു സംഗതിയാണ്. ആ ഇടർച്ച എന്താണെന്ന് മനസ്സിലാക്കണം. പൗലോസ് പറഞ്ഞേക്കുന്ന ഉദാഹരണം വളരെ നല്ലതാണ്. വിവരമില്ലാത്ത ഒരുത്തൻ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് കണ്ടാൽ അവൻ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് ഭക്ഷണത്തിന് പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവൻ ഇതിനെക്കുറിച്ച് വിവരമില്ല. നിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവൻ മനസ്സിലാക്കിയത് എന്താ? അവിടെ ഭക്ഷണം ദിവസവും കഴിച്ചാലും ഒരു കുഴപ്പമില്ല, വിഗ്രഹാർപ്പിതം കഴിച്ചാലും അല്ലാത്ത കഴിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന് നമ്മുടെ പ്രവൃത്തിയാൽ നമ്മൾ കാണിച്ചു കൊടുത്തു. ഇതിനെയാണ് ഇടർച്ച എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവൻ അറിയാതെ ചെന്നെന്ത് ചെയ്തു? നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് തട്ടി അതിനകത്ത് അവിടെ വീണു, വിഗ്രഹാർപ്പിതം കഴിക്കാൻ വേണ്ടി അവൻ വീണു. ഇതിനെയാണ് ഇടർച്ച എന്ന് പറഞ്ഞത്. മനസ്സിലായെന്ന് കരുതുന്നു. ദൈവത്തിന് സ്വാഗതം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷയുടെ വിലയെക്കുറിച്ചാണ്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിലേക്ക് എത്താം. ഈ മനുഷ്യൻ മാംസം കഴിച്ചു തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാം? സൃഷ്ടിയുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഉൽപ്പത്തി 1:29-30 വായിച്ചു. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂജല ജന്തുക്കൾക്കും ആഹാരമായിട്ട് ഭക്ഷ്യസസ്യമൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ അന്ന് വരെ അല്ലെങ്കിൽ ആ സമയത്ത് എല്ലാവരും വെജിറ്റേറിയൻ ആയിരുന്നു. ഇനി 9:3 വായിച്ചു. നിങ്ങൾ ഭൂജല ജന്തുക്കളൊക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മതി. പ്രളയം കഴിഞ്ഞിട്ടാണ് എല്ലാവരും നോൺ വെജ് കഴിച്ചു തുടങ്ങിയത്. മനസ്സിലായോ? അതിനു മുമ്പ് എല്ലാവരും വെജിറ്റേറിയനായിരുന്നു. അതിനുശേഷം എന്തുകൊണ്ട് ഈ മാറ്റം വരുത്തിയതെന്നൊന്നും വേദോസം പറഞ്ഞിട്ടില്ല. പല സന്ദർഭങ്ങളിലായിട്ട് മനുഷ്യൻ്റെ ആയുസ്സും ദൈവം കുറച്ചിരുന്നു. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലായിട്ട് ഈ മാറ്റങ്ങൾ വന്നതാണ്. അപ്പോൾ ഭക്ഷണത്തിൽ മാംസം വന്നത് പ്രളയത്തിന് ശേഷമാണ്. അതിനു മുമ്പ് മാംസഭുക്കുകളായിരുന്ന മൃഗങ്ങൾ പോലും അങ്ങനെ കഴിച്ചില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത്. ഈ വലിയ മൃഗങ്ങൾ, വംശമറ്റുപോയ മൃഗങ്ങളൊക്കെ പോലും ഈ സസ്യാഹാരം കഴിച്ചിരുന്നാണ് ശാസ്ത്രം ഇപ്പോഴും പറയുന്നത്. സന്ദർഭവശാൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ രക്ഷയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് രക്ഷയുടെ ആദ്യത്തെ സൂചന നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനൊരു മറ വേണമെന്ന് പെട്ടെന്ന് അവന് തന്നെ തോന്നി. അവൻ അത്തിയില കൊണ്ടെന്ത് ചെയ്തു? വസ്ത്രം സ്വയം ഉണ്ടാക്കി ധരിച്ചു. എന്നിട്ടും ആരെ മറയ്ക്കാനാ? ഈ അത്തിയില കൊണ്ട് അവർ മറച്ചത് ആരെയാ? ദൈവത്തെ മറച്ചില്ല, അവർ തമ്മിലാണ് മറച്ചത്. അപ്പൊ ദൈവവും വന്നില്ല. ദൈവം വരുന്നതിനും അവിടെ ദൈവം മാത്രമേ വരുന്നുള്ളൂ. ഇനി ദൈവം വന്നപ്പോൾ അവര് വൃക്ഷത്തിന് മറഞ്ഞിരുന്നു. എനിക്കറിയത്തില്ല അവരുടെ തിരിച്ചറിവ് എന്താ. ദൈവത്തെക്കുറിച്ച് അത്രയും അറിവേ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കിപ്പോഴും സംശയം തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ മറഞ്ഞിരുന്നാൽ ദൈവം കാണുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നോ, അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചാരശേഷിയുള്ള ഒരു ദൈവം ആ ഗ്രഹങ്ങളൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം അതിലൊരു ഗ്രഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരികയും അതിൻ്റെ ഒരു ഭാഗത്തുള്ള മനുഷ്യനോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നാൽ ദൈവത്തിന് മറഞ്ഞിരിക്കാമെന്ന് മനുഷ്യൻ ധരിച്ചെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ചിന്താഗതിയോട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്വാഗതം. ഇനി അവന് ദൈവത്തോട് കാണിച്ച അകൃത്യത്തെയാണ് മറയ്ക്കേണ്ടിയിരുന്നത്. അത് മറയ്ക്കുവാൻ വൃക്ഷത്തിൻ്റെ ഇല പോരാ എന്ന് കണ്ടിട്ട്
ദൈവം ആദ്യമായിട്ട് അവിടെ എന്ത് ചെയ്യാണ്? ഒരു മൃഗം മരിക്കുകയാണ്. നമ്മുടെ അറിവിൽ ലോകത്താദ്യമായിട്ട് ഒരു മൃഗം ഒരാളുടെ കയ്യാൽ കൊല്ലപ്പെടുന്നതാണ്. അത് ദൈവത്താലാണ്. തോൽ എന്ന് മാത്രമേ പറയുന്നത് കൊണ്ട് നമ്മൾ ആട്ടിൻ്റെ തോൽ എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് വേണം അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഇവിടെയാണ് ആദ്യമായിട്ട് ദൈവത്തിന് മുമ്പിൽ മനുഷ്യനൊരു രക്ഷ വേണ്ടി വരുന്ന ഒരു അവസരം വരും, ഒരു സാഹചര്യം. അതിനൊരു മാതൃക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യനെ നിർത്താൻ പറ്റുന്ന അവസ്ഥയിലല്ല പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, പിന്നെ ഒരിക്കലും. എന്നിട്ടും നിർത്താൻ പറ്റുന്ന ഒരു താൽക്കാലിക പ്രവൃത്തി ദൈവം മനുഷ്യന് കൊടുത്തു. അതാണ് ഈ കൊടുത്ത തോല്. അത് നഗ്നതയുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അതിന് അങ്ങനെ പറയാൻ പല കാരണങ്ങളുമുണ്ട്. കാര്യം നഗ്നതയും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനുഷ്യന് ദൈവത്തിന്റെ മുമ്പിലുള്ള ലജ്ജ തന്നെയാണ് ഇതിന്റെ ആധാരമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കിയാലേ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ബോധ്യമാവും. അതല്ലാതെ നഗ്നതയാണെന്ന് വിചാരിച്ചിരുന്നാൽ ഇന്ന് തുണി എടുത്താൽ മാറുന്ന കാര്യമേ ഉള്ളത്. രണ്ടും തമ്മിലുള്ള ആശയ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇത് കഴിഞ്ഞ് അടുത്ത ഒരു ആടിനെ നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള സ്ഥലം എവിടെ? അബ്രഹാമിൻ്റെ അടുത്താണ്. 9-ാം അധ്യായം 22:9. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറകടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വെച്ചു. എട്ടാം വാക്യം. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളു മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. അവർ ഒരുമിച്ച് നടന്നത് എപ്പോഴാ? ഒരു എഗ്രിമെന്റ് വന്നപ്പോഴാ. യാഗമൃഗം എന്തായിരിക്കും എന്നുള്ള എഗ്രിമെന്റ് വന്നപ്പോൾ എന്ത് ചെയ്തു? അവരൊരുമിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷേ നടന്ന് ചെന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായി? അവിടെ 2 പേർക്കും വിശ്വാസമുണ്ടോ? ഒരാൾക്കേ വിശ്വാസമുള്ളൂ? 2 പേർക്കും വിശ്വാസമുണ്ട്. അപ്പന്റെ വാക്കാണെന്ത്? ദൈവം തനിക്ക് യാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും എന്നുള്ള വാക്ക്, അപ്പന്റെ വാക്ക്. ഇത് വിശ്വസിച്ചാണ് മകനും അപ്പനും കൂടെ യാത്ര ചെയ്യുന്നത്. മകന് യാഗപീഠത്തിൽ കയറുമ്പോഴും വിശ്വാസമുണ്ട്, യാഗത്തിന് ദൈവം ആടിനെ കരുതും. ഇതല്ല എങ്കിൽ ആ മകൻ കയറും. അവരൊന്നിച്ച് നടന്നത് ആ വാക്കിന്റെ ഉറപ്പിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അബ്രഹാമിന്റെ തിരിച്ചറിവാണ്. അടുത്ത ആടിനെ കണ്ടപ്പോ ഇസാക്കിന് പകരം ആ യാഗം കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത ആടിനെയാണ് ഏതാണ്ട് മനുഷ്യന്റെ രക്ഷയോട് സാമ്യമായിട്ട് കൊണ്ടുവരുന്ന ആട്. എവിടെയാണ്? പുറപ്പാട് പുസ്തകം 12:3. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടതെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കും. മതി. ബാക്കി സന്ദർഭവും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിഞ്ഞാത്തവർക്ക് വേണ്ടി ഒറ്റ വാക്ക് പെട്ടെന്ന് ഞാൻ പറയാം. ഇസ്രായേൽ ജനത്തെ 9 ബാധകളാൽ, ഇസ്രായേൽ ജനമായിരുന്ന മിസ്രയീമിൽ 9 ബാധകളാൽ ദൈവം തന്നെ വെളിപ്പെടുത്തി മോശയെ നേതൃത്വത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം അവസാനം പുറപ്പാടിന് വേണ്ടിയുള്ള ഏറ്റവും അവസാനത്തെ ബാധ അത് വരുന്ന സന്ദർഭമാണ് ഇവിടെ കാണുന്നത്. ഈ സന്ദർഭത്തിലാണ് ആ ബാധയിൽ നിന്ന് എങ്ങനെ ഇസ്രായേൽ ജനം ഒഴിഞ്ഞു നിൽക്കണം എന്നവരോട് പറഞ്ഞത്. അതിനു മുമ്പ് അവരെ ഒഴിച്ചു നിർത്തേണ്ട സമയത്തെല്ലാം അവരുടെ ദേശത്ത് ബാധ അയക്കാതെ മിസ്രയീമ്യർക്ക് മാത്രം ബാധ അയച്ച് ദൈവം 3-ാമത്തെ ബാധയ്ക്ക് ശേഷം വ്യത്യാസം കൽപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഏറ്റവും അവസാനത്തെ ബാധ വന്നപ്പോൾ ആ ബാധ എല്ലാവർക്കും തുല്യമായി ബാധിക്കും എന്നുള്ള രീതിയിലാണ് ദൈവം പ്രഖ്യാപിച്ചത്. അവിടെയാണ് അതിനൊരു പരിഹാരമായിട്ട് ഓരോ കുടുംബവും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കാൻ പറഞ്ഞു. ഈ ആട്ടിൻകുട്ടിയെ എടുത്ത ശേഷം ഇതവർക്ക് രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? പാടില്ല. എന്ത് ചെയ്യണം? ഞങ്ങൾ ആട്ടിൻകുട്ടിയെ എടുത്തുവെന്ന് ലോകം അറിയത്തക്കവണ്ണം പ്രഖ്യാപിക്കണം. കതവിൻ്റെ മേളിൽ
രക്തം തേച്ചേ ഒക്കൂ. ഒരു രക്തം ഒരു പാത്രത്തിലാക്കി വീട്ടിൽ വെച്ച ദൂതന് കാണത്തില്ലേ? ഇനി രക്തം വെച്ചില്ലെങ്കിലും ദൈവത്തിന് ദൂതനും അറിയത്തില്ലേ ഒരു ആടിനെ കൊന്നെന്നൊക്കെ? ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തു നമ്മുടെ സാക്ഷ്യം എപ്പോഴും ആഗ്രഹിക്കുന്നു. ആ സാക്ഷ്യത്തിന്റെ പരസ്യ പ്രഖ്യാപനം ഓരോ സമയത്തും ദൈവം സന്തോഷിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം അത് ഒത്തിരി സ്ഥലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ദൈവം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഗതി അതാണ്. നിങ്ങൾ ആടിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പ്രഖ്യാപിച്ചിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ ബാക്കി മുഴുവനും ചെയ്താലും എന്തില്ല? രക്ഷയില്ല. സംഹാരകൻ വീട്ടിനകത്ത് കയറാതിരിക്കണമെങ്കിൽ കട്ടളയുടെ കുറുമ്പടിമേലും കട്ടള കാലിന്മേലും രക്തം പുരട്ടണം. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ആടിന്റെ വില നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ലല്ലേ? നിങ്ങളുടെ ഒരു സങ്കല്പത്തിൽ ഈ ബാധ കഴിയുമ്പം ഒരു മിസ്രൈമി വീട്ടിൽ ഒരു വീട്ടിൽ എത്ര പേര് മരിക്കും? ഒരാൾ എന്തായാലും ഉറപ്പാല്. മൂന്ന് പേരൊക്കെ ഒരു സാധാരണ വീട്ടിൽ മരിക്കാൻ സാധ്യത. ഒരു ആവറേജ് ഞാൻ പറഞ്ഞ കേട്ടോ. പറഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ ഒത്തിരി കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൂപ്പൻ ആദ്യജാതനാണെങ്കിൽ അത് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആദ്യജാതൻ അതും അവിടെ കഴിയും. പിന്നെ എത്ര മക്കളുണ്ടോയെന്ന് അറിയത്തില്ല. അവരെ കൊച്ചുമക്കളെ എല്ലാം ആദ്യജാതനെല്ലാം ആ കൂട്ടത്തിൽ പോകും. ഏറ്റവും കുറഞ്ഞതൊരു 3 പേര് ഒരു വീട്ടിൽ ഉറപ്പാണ് അന്നത്തെ കാലത്ത്. കൂട്ടുകുടുംബമാണെന്നത്. മിസ്രൈമ്യർക്ക് ഒരു ആടിന്റെ വില മനസ്സിലായതെന്ന ദൈവത്തിന് സ്തോത്രം. നിസ്സാരമായൊരു വസ്തുതയാണ്. പക്ഷേ വരാനിരിക്കുന്ന രക്ഷയെ കാണിച്ച ഏറ്റവും നല്ല മാതൃകയായിരുന്നു. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ രക്ഷ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിലൂടെ ഈ രക്ഷ കിട്ടുന്നത് സാധാരണ ഒരുപാട് പേർക്ക് മനസ്സിലാകാത്തൊരു വസ്തുതയാണ്. അതിനെ നമ്മളൊരല്പം മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയാറുണ്ട്. ഒത്തിരി കാലം മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു വസ്തുതയാണ്. നമ്മുടെ ഒരു ലൈഫിന്റെ ടൈം ലൈൻ ഒന്ന് വരയ്ക്കുക. ഒരു 60 വർഷം 70 വർഷം 80 വർഷം ചിലപ്പോൾ ഇത്രയും ദൂരം കാണും. പക്ഷേ യേശുക്രിസ്തുവിന്റെ ലൈഫ് ലൈൻ ഒന്ന് വരച്ചു നോക്കിയാലോ? തുടക്കം എവിടാന്നറിയാം? നമുക്കറിയത്തില്ല. ഇനി ഇതെവിടെ അവസാനിക്കുന്നതറിയാം? അതും അറിയത്തില്ല. ഇത് രണ്ട് സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുക. എന്നെ രക്ഷിക്കുമ്പോൾ എൻ്റെ ലൈഫ് എടുത്ത് ഈ ലൈനിൽ വെച്ചാൽ പിന്നെ ബാക്കിയുണ്ട്. അടുത്ത മനുവിനെ രക്ഷിക്കുമ്പോൾ മനുവിനെ എടുത്ത് വെച്ചാൽ അടുത്ത സ്ഥലത്ത് പിന്നെയും ബാക്കിയുണ്ട്. അടുത്ത സിജോയെ വെക്കാം. എത്ര പേര് കയറിയാലും ഈ ലൈൻ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ആ യാഗത്തിന്റെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ ഉറപ്പായിട്ടും വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രക്ഷ നമുക്ക് എത്തിയിരിക്കുമ്പോൾ നമ്മളിതിന്റെ വില മനസ്സിലാക്കാറുണ്ടോ? അത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു അവസ്ഥ എനിക്കൊന്ന് വചനം ഒത്തിരി നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു പോയോ എന്ന് പോലും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഞാൻ 2-3 ഉദാഹരണം പറയാം. ഏറ്റവും നല്ലൊരു സംഗതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സക്കായിയുടെ കഥ. സക്കായി മരത്തിൽ കയറിയെന്ന് യേശു വിളിച്ചു. സക്കായിയുടെ വീട്ടിലേക്ക് ചെന്നു. അവൻ കർത്താവേന്ന് വിളിച്ച് 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതേ ഉള്ളൂ. യേശുക്രിസ്തു പറഞ്ഞത്, ഇന്ന് ഈ വീട്ടിന് നമ്മളെന്തെല്ലാം പാട് പറയാറുണ്ട് അല്ലേ? കുറേ പേര് പറഞ്ഞു തരും, എഴുന്നേറ്റ് നിന്ന് ഇത് പറയണം, ആദ്യം കാണാൻ പഠിപ്പിക്കുക, ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് 2-3 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇത് പറഞ്ഞില്ലെങ്കിൽ സംഗതി സഭയിൽ രക്ഷപ്പെട്ടതായിട്ട് അംഗീകരിക്കത്തുമില്ല. നീ എങ്ങനെ വിശ്വസിച്ചാലും ജീവിച്ചാലും പ്രശ്നമില്ല. പക്ഷേ സാക്ഷ്യം ഈ 2 സെന്റൻസ് പറഞ്ഞിരിക്കണം. അത് ഞങ്ങളുടെ മൂപ്പന്മാരും പാസ്റ്ററും കേട്ടയോ? ഇവിടുന്ന് ഒറ്റ വിളി വിളിച്ചതേ ഉള്ളൂ. ഇനി ആ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുണ്ട്.
അവിടെ യേശുക്രിസ്തു കാണിച്ചു തന്ന 2 വസ്തുതയുണ്ട്. ആ 2 എക്സ്റ്റെൻറ്റ് കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണത്. എന്താണെന്ന് വെച്ചാൽ, പാപത്തിൽ പിടിക്കപ്പെട്ട യഹൂദന്മാരെ ന്യായപ്രമാണ പ്രകാരം അവരെന്ത് ചെയ്യാൻ പറ്റും? അവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കാൻ പറ്റും. പക്ഷേ യേശുക്രിസ്തു എന്തോ പറഞ്ഞു? വിധി ഇതോടെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, കുറ്റം എത്ര വലുതായാലും അതിനി വിധി ഇവിടെ ഇല്ല. നീ എവിടെയുള്ളൂ? നാടൻ ഭാഷ പറഞ്ഞാൽ അത് ഞാനിങ്ങ് എടുക്കുകയാണ്. ശരിയല്ലേ? ന്യായവിധി എവിടെയുള്ളൂ? വെള്ളേ ഉള്ളൂ. ഇനി അതിന് നിങ്ങൾ ചെയ്യേണ്ടതാണ്. എന്നാൽ പാപത്തെക്കുറിച്ചുള്ള വീക്ഷണം കുറച്ചുകൂടെ കടുപ്പിച്ചു. സ്ത്രീയെ നോക്കിയാലും 2 സൈഡിലെ മാറ്റം കണ്ടോ? മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റത്തിൽ കുറച്ചുകൂടെ കൃത്യനിഷ്ഠ കൂട്ടി ശിക്ഷ വിധിക്കേണ്ട കാര്യത്തിൽ സംഗതി ഇവിടെ നിന്ന് അങ്ങ് മാറ്റി. നിങ്ങൾ ഇനി ചെയ്യേണ്ടതാണ്. അവിടെയും അവളും ഒറ്റ വിളിയെ വിളിച്ചോളൂ, കുറിയോസ്. നമ്മൾ ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ എല്ലാ ഉദാഹരണം, ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയും. എല്ലാ ഉദാഹരണങ്ങളും ഒറ്റ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ വരുമ്പോൾ പക്ഷേ വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറിയോസ് എന്നുള്ള വാക്ക് പറഞ്ഞത്. ഞാൻ ഗ്രീക്ക് പണ്ഡിതനൊന്നുമല്ല. അത്യാവശ്യ സമയത്ത് ഇതുപോലെ സന്ദർഭം വരുമ്പോൾ ഒരു വാക്കെടുത്ത് പഠിക്കുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പാപത്തിൻ്റെ ആ ലാഘവത്വം മാറ്റി, മനുഷ്യൻ്റെ ആ ലാഘവത്വം കുറച്ചുകൂടെ വലുതാക്കി മാറ്റി. അത് കഴിഞ്ഞ് ശിക്ഷാവിധിയെക്കുറിച്ച് അത് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് യേശുക്രിസ്തു മാറ്റി. നമ്മൾ സ്ഥിരം സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ബെത്സയിദ കുളം. അവിടെയും കൂടെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് പോവാം. അവനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ആ തിരഞ്ഞെടുപ്പിനൊരു പ്രത്യേകതയുണ്ട്. ആ കുളക്കരയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന ഒരേ ഒരാൾ ആരാ? ഈ ആളാണ്. ബാക്കി എല്ലാവർക്കും പരിചയമുള്ള ഒരേ ഒരു മുഖം. കാര്യം എന്താ? സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട്. എന്ത് കാരണം കൊണ്ടായാലും ഇദ്ദേഹം സൗഖ്യം പ്രാപിക്കാതെ ഈ സ്ഥലത്തുണ്ട്. അവനെ യേശു പറഞ്ഞതിന് ഒരു പ്രത്യേകതയുണ്ട്. യേശുക്രിസ്തുവിനൊരു പർപ്പസുണ്ട്. നമ്മൾ ആരെങ്കിലുമൊക്കെ ആ സ്ഥലത്തുണ്ടെന്ന് വെച്ചു, ഒരു രോഗസൗഖ്യത്തിനായിട്ട്. നമ്മളെല്ലാവരും രോഗത്തിലൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇവൻ്റെ സൗഖ്യം കഴിഞ്ഞിട്ട് നമ്മളെന്തോ ചെയ്യും? നമ്മളിത് അറിഞ്ഞുടനെ പോവും. ഉറപ്പല്ലേ? അന്നത്തോടെ കുളം പൂട്ടും. ഉറപ്പല്ലേ? അല്ലേ? തീർച്ചയായിട്ടും അന്ന് കുളം പൂട്ടി. കാര്യം ഇത്രയും വർഷമായിട്ട് ഒരു ഗതിയും പിടിക്കാതെ കിടന്ന ഒരുത്തനെ നിമിഷ നേരം കൊണ്ടാണ് എഴുന്നേപ്പിച്ച് വിട്ട്. ആ പറയുന്ന സംഗതി അതിലും ഭയങ്കരമാട്ടോ. എന്ന് പറഞ്ഞാൽ അവൻ ഇത്രയും വർഷമായിട്ട് സൗഖ്യമാകാൻ കിടന്ന സ്ഥലത്ത് അവിടെ കിടക്കുന്നവൻ്റെ അടുത്ത് ഒരാളിഞ്ഞോട്ട് വന്ന് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയും. അവനാകെ സൗഖ്യമാകാൻ പ്രതീക്ഷയുള്ള ഒരേ ഒരു സംഗതി ഇതാണ്. ഇവിടെ നിന്ന് എന്തു പറയുന്നത്? നീ എഴുന്നേറ്റങ്ങ് പോയിക്കോളാം. അവനെ സമ്മതിക്കണം. ഇതനുസരിച്ച് അവനതനുസരിച്ചു കുളം പൂട്ടി. ഇനി അവൻ്റെ അടുത്ത് ചോദിച്ചു അവന് വല്ല പരാതിയുണ്ടോ? അവൻ തൊട്ട് മുമ്പാണ് അവന് ഒത്തിരി പരാതി ഉണ്ടായിരുന്നു. ഒത്തിരി നാളായപ്പോൾ കിടക്കുന്നു, എനിക്ക് സഹായത്തിന് ആരുമില്ല, നിന്നെ അവിടെ കിടത്തിയേക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നിന്നെക്കുറിച്ച് 10 പേര് അറിയണം. അത് കഴിഞ്ഞ് നിനക്കൊരു മാറ്റം വരും. അന്നേരം എന്തു പറ്റും? നിന്റെ മാറ്റം ഈ 10 പേരും അറിയും. ഈ 10 പേരും കൂടെ എന്തു ചെയ്യും? ക്രിസ്തുവിനെ പിൻപറ്റും. ഇതാണ് പർപ്പസ്. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ഇല്ലായ്മകൾ, നമ്മുടെ നിരാശകൾ ലോകം അറിയുന്നു എന്ന് വെച്ച് പരാതി ഉണ്ടെങ്കിൽ ഇന്ന് മാറ്റിക്കും. അത് ലോകം അറിയണം. അതറിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന മാറ്റം, യേശുക്രിസ്തു നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന മാറ്റവും അവരറിയും. ഇതറിയുമ്പോഴേ യേശുക്രിസ്തുവിനെ അവരറിയാൻ പോകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന വഴിയിലൂടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ധരിച്ചാൽ മതി.
എനിക്ക് വേദനയാണ്, എനിക്ക് പ്രയാസമാണ്, എനിക്ക് കഷ്ടതയാണ്, എനിക്ക് കടമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ദൈവമായിട്ടുള്ളത് മാത്രം പരിഹരിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഇത് 4 പേര് അറിഞ്ഞാൽ ഒരു പ്രയാസവും വിചാരിക്കേണ്ട. 4 പേര് അറിയട്ടെ. ദൈവത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നോ മഹത്വത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രാപിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് രക്ഷ തന്ന ആര് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആ രക്ഷയ്ക്ക് അവൻ കൊടുത്ത വില എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വില കൊടുത്തവൻ ഇത് സംരക്ഷിക്കാതിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം, നിങ്ങൾ പുതിയൊരു മൊബൈൽ വാങ്ങിച്ചാൽ ആദ്യം ചെയ്യുന്ന എന്തുവാ? ഓണാക്കുന്നതിന് മുമ്പ് ഇതിനൊരു നിക്കർ വാങ്ങിച്ചിടും, ഇല്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ കടയിൽ ഈ പെട്ടിയിൽ നിന്ന് പൊളിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിയായാലും താഴോട്ട് വീഴരുത്. കാര്യം കുടുംബം എഴുതി വിട്ടാൽ ഇത് വാങ്ങിച്ചേക്കുന്നത്. അല്ലേ? അത്രയും സുരക്ഷിതത്വം ഇല്ലേ? അങ്ങനെയാണെങ്കിലേ അതിലും വലിയ വില കൊടുത്ത നമ്മളെ വാങ്ങിച്ചേക്കുന്നത്. അവൻ നോക്കാതിരിക്കുമോ? അവൻ ഓരോ സമയം കാണാതിരിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ അറിയാതിരിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ ചിന്തന, ഓരോ സ്പന്ദനങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നു. ദൈവത്തിന് സ്വാഗതം. സന്തോഷിക്കാൻ ഒത്തിരി വകയുണ്ടോ? ദൈവത്തിന് സ്വാഗതം. ഈ രക്ഷ തന്നവനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാം. നമുക്കൊരു സന്ദർഭത്തിലും മറക്കാൻ കഴിയത്തില്ല. അവന് നമ്മളെ മറക്കാൻ കഴിയാത്തതുകൊണ്ട്. ദിവസം പറഞ്ഞൊരു വാക്കാണെന്ന് പറഞ്ഞാൽ, ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ള നമ്മളെ രാവും പകലും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ വസ്തുത അദ്ദേഹം പറഞ്ഞ ഒരു ഇപ്രകാരമാണ്: നമ്മളിൽ നിന്ന് നമ്മുടെ പ്രിയന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല. മണവാട്ടിയായ നമ്മളിൽ നിന്ന് നമ്മുടെ പ്രിയനായ യേശുക്രിസ്തുവിന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല. അല്പം വൈകാരികമായിട്ട് പറഞ്ഞൊരു ഒരു സംഗതി. ദൈവത്തിന് സ്വാഗതം എന്ന് പറഞ്ഞാൽ അത്ര താല്പര്യത്തോടെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്വാഗതം. ആ സ്നേഹം ഈ ലോകത്തിന് വെളിപ്പെടുത്താനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ രക്ഷയുടെ വില ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് ലോകത്തിന് ഇത് യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വഴികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്രയും മനോഹരമായ ഒരു രക്ഷ ലോകത്തിന് നൽകിയ ഒരു ദൈവവും ഇല്ല. കാര്യം ദൈവം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വേറൊരു ദൈവവും ഇല്ല. അല്ലെങ്കിൽ ഈ രക്ഷ കൊടുത്ത ഒരു ദൈവവും ഇല്ല. പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം നൽകിയ ഒരു ദൈവമില്ല. ദൈവത്തിന് സ്വാഗതം. നമുക്ക് പാപത്തെക്കുറിച്ച് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത് യേശുക്രിസ്തു ഉള്ളത് കൊണ്ടാണ്. ഒരു പാപം കാണിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു തെറ്റ് കാണിച്ച് പിശാചിന് നമ്മളെ വിരട്ടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിന്റെ വിലയുള്ളത് കൊണ്ടാണ്. ഇതാണ് ആ വിലയുടെ മഹത്വം. ദൈവത്തിന് സ്വാഗതം. ഫറവോന്റെ വീട്ടിൽ 3 പേര് മരിച്ചത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ ആട്. അവരൊരിക്കലും ചിന്തിച്ച് കാണത്തില്ല. ഓരോ വീട്ടിലും എത്രയോ പേര് മരിച്ചു കാണും. അവൻ പിറ്റേന്ന് ചിന്തിച്ച് കാണും, 1 അല്ല 4 ആടിനെ വേണമെങ്കിലും ഞാൻ വെട്ടാമായിരുന്നു ഇതറിഞ്ഞിരുന്നെങ്കിൽ. അറിയുന്ന സമയത്ത് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്. രക്ഷയ്ക്കായിട്ട് സുപ്രസാദകാലം ഒന്നേ ഉള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. ആ സമയത്ത് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നിങ്ങളിലേക്ക് വരും. ദൈവത്തിന് സ്വാഗതം. കാത്തു നിൽക്കും എന്നൊരിക്കലും തോന്നരുത്. ദൈവത്തിന് സ്വാഗതം.